ടോപ്പും ഇക്കട്ടിന്റെ തന്നെയാണ്. ഞാൻ ഇട്ടേക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണിത്. ഇന്നത്തെ ഫ്രോക്ക് ചെയ്തേക്കുന്നു. ഞാനിത് ടോപ്പ് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. ഇത് നൈറ്റി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ടോപ്പ് ചെയ്തിട്ടേ ഉള്ളത്. ആരെങ്കിലും പറഞ്ഞാലേ ഇത് അറിയത്തുള്ളൂ. ഇത് നമുക്ക് ഇക്കട്ടൊക്കെ ഇപ്പൊ നമുക്ക് 10 കളറിൽ വരുന്നുണ്ട്. അപ്പൊ ജിയോ ചേച്ചി നമ്മളിവിടെ വന്ന് 2 വീഡിയോകൾ എടുത്തായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഇപ്പോഴത്തെ ഇവിടുത്തെ അപ്ഡേറ്റുകൾ കമന്റ് ആയിട്ട് ചോദിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാലോ? പിന്നെന്താ, നമ്മള് ഇപ്പൊ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാളിന് മുമ്പ് വീഡിയോസ് ഒന്നും വന്നില്ല. ഇനി നമുക്ക് ഓണമാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്ന ഓണമാണ്. അപ്പൊ നമുക്ക് ഓണത്തിന്റെ കളക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ഇനി 10-60 ദിവസമേ ഉള്ളൂ ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഓണത്തിന്റെ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല മോഡൽ മെറ്റീരിയൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നൈറ്റിയുടെ വിശേഷങ്ങൾ പറയാം. നൈറ്റിയിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഫ്രോക്ക് നൈറ്റീസ് ആണ്. നോർമൽ നൈറ്റീസും പോകുന്നുണ്ട്, ഫ്രോക്ക് നൈറ്റീസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ എംബ്രോയിഡറി നെക്ക് വെച്ച് നൈറ്റീസ് വീണ്ടും നല്ല ഇപ്പം ഭയങ്കര മോഡലായിട്ട് നിൽക്കുന്നുണ്ട് ഇതും. അപ്പൊ ഇതിന്റെ ഒക്കെ കളക്ഷൻസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് നൈറ്റി ഇറങ്ങുകയും ചെയ്യും, നൈറ്റി കയറുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. അജ്രക്കിൽ തന്നെ തുടങ്ങാം. അജ്രക്കിനത്താണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ 3 ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. ലോക്കൽ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി. ഇപ്പൊ മെറ്റീരിയൽസിനെല്ലാം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ കൂടിയെന്ന് പറയാൻ മാത്രമല്ല, നല്ല പോലെ റേറ്റ് കൂടുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നേക്കുന്നത് 125 രൂപയാണ്. 125 രൂപ മുതൽ 300 വരെയുള്ള നൈറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അത് ക്വാളിറ്റിയും മോഡലും മാറുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആവും. അപ്പൊ ഇതെല്ലാം അജ്രക്കിൽ വരുന്ന മാനസി കെട്ടാണ്. മാനസിക്ക് നല്ല ഡിമാൻഡാണ്. അജ്രക്കിൽ വരുന്ന മാനസിയാണ്. ഈ അജ്രക്കിൽ തന്നെ അജ്രക്കിൽ നമുക്ക് മിനിമം ഓർഡർ എന്ന് പറയുന്നത് 15 പീസേ ഉള്ളൂ. നമുക്ക് സെറ്റ് കമ്പൽസറി ആണ്. എല്ലാവർക്കും പൊതുവെ ഉള്ള സംശയം എന്ന് പറയുന്നത് സെറ്റ് എങ്ങനെയാണെന്നാണ്. അപ്പം ഈ ഒരു പിന്നെ ഇപ്പൊ അജ്രക്കിനകത്ത് നോർമലായിട്ട് വരുന്നത് 3 കളറേ വരൂ: നേവി ബ്ലൂ, റെഡ്, മെറൂൺ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം. ഇത് മാത്രമേ ഞങ്ങൾക്കൊരു കണ്ടീഷനായിട്ട് ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ സെറ്റായിട്ട് തന്നെ എടുക്കണം. മിനിമം 15 പീസ്. അപ്പൊ അജ്രക്കിന്റെ ഒരെണ്ണം, വേറൊരു മോഡൽ ഒരെണ്ണം, വേറൊരു മോഡൽ ഒരെണ്ണം, അങ്ങനെ എടുക്കാം. അല്ലാതെ ഇത് തന്നെ 15 എണ്ണം എടുക്കണ്ട. മൊത്തത്തിൽ 15 എണ്ണം അതിൽ സെറ്റ് വരുന്നത് സെറ്റായിട്ട് എടുക്കണം. ഇത് നമ്മൾ മാനസിയാണ് കണ്ടത്. അതിനകത്ത് തന്നെ കഫ്താൻ വരെ വരുന്നുണ്ട്. ഇത് അജ്രക്കിനകത്ത് വരുന്ന കഫ്താനാണ്. മാനസി വരുന്നുണ്ട്, ഫ്രോക്ക് നൈറ്റി വരുന്നുണ്ട്, പിന്നെ പ്ലീറ്റഡ് നൈറ്റി വരുന്നുണ്ട്, നോർമൽ സ്ലീവ് വരുന്നുണ്ട്, 3/4 സ്ലീവ് വരുന്നുണ്ട്, കഫ്താൻ വരുന്നുണ്ട് അജ്രക്കിനകത്ത്. അതുപോലെ എല്ലാ പ്രിന്റിലും നമ്മൾ എല്ലാ മോഡലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല ഇതും എല്ലാം അജ്രക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ നേവി ബ്ലൂ, റെഡ്, മെറൂണേ വരത്തുള്ളൂ ബേസ് കളർ. അതിനകത്ത് പ്രിന്റുകളാണ് നമുക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പൊ ഇത് ഈ കാണുന്ന എല്ലാ അജ്രക്കാണ്. പിന്നെന്ന് പറയുന്നത് ഇതിപ്പം അടുത്തിരിക്കുന്ന കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റികളാണ്. ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് നല്ല രസമാണ് ഈ ഫ്രോക്ക് നൈറ്റി. ഇത് കാര്യം ഇത് ഫ്രോക്ക് ടോപ്പ് ആയിട്ടാണ് പണിത്. ഇപ്പം ഇതെല്ലാം പിന്നെ പുറത്തെടുത്ത സാധനങ്ങളാണ്. ഇപ്പൊ എന്താണ്, ട്യൂഷനോ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇടുന്നതാണ്. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോ 10 കളറിൽ നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ. അപ്പൊ ഈ 10 കളർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ 5 കളർ നിങ്ങൾ എടുത്താൽ മതി. 10 വേണമെങ്കിൽ നമ്മൾ തരും. അതല്ലെങ്കിൽ മിനിമം നമ്മൾ 5 കളർ എടുത്താൽ മതി. ഇതിന്റെ 10 കളറിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇത് സ്റ്റോൺ വാഷ് എന്നാണ് ഇതിന്റെ പേര്. സോറി, ഗുൽമോഹർ എന്നാണ് ഇതിന്റെ പേര്. ഇത് പ്യുവർ ഹാൻഡ് മെയ്ഡ് ആണ്. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇടാൻ ഭയങ്കര സുഖമാണ്, കാണാനും ഭയങ്കര രസമാണ്. പിന്നെ വരുന്നത് വീണ്ടും ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് എംബ്രോയിഡറി നെക്ക് വെച്ച ഫ്രോക്കാണ്. ഇതിന്റെ എല്ലാം ഇപ്പൊ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, ഒരുപാട് പോണ ഐറ്റമാണ് ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് എംബ്രോയിഡറി നെക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിനും സെറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ പ്ലെയിനിൽ ഫ്രോക്ക് വരുന്നുണ്ട്. പ്ലെയിനിൽ നമ്മൾ ഫ്ലവർ ഡിസൈൻ വെച്ചിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ നമുക്ക് മൂവ് ആവുന്ന ഒരു ഐറ്റം ആണ്. ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്തിട്ട് ടോപ്പായിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇതിന്റെ ഏതാണ്ട് 12 കളറോളം ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം ഇതിന്റെ നൈറ്റീസ് ആണ്.
ഇതെല്ലാം 12 കളറാണ് വരുന്നത്. പിന്നെ ഫ്രോക്കില് പ്ലെയിനിൽ തന്നെ നമ്മള് പിന്നെന്താണ് കഫ്താൻ ചെയ്യുന്നുണ്ട്. അതായത് കഫ്താനാണ് ഭയങ്കര രസമാണ്. ഇത് യൂണിക് ആയിട്ടൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോണ ഐറ്റംസ് ആണ്. ഇതൊന്നും നമുക്കിപ്പോ കോമ്പറ്റീഷൻ ചെയ്യാൻ ഇതുവരെയൊന്നും ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. ഇതിന്റെ ഇതുപോലെ 10 കളറുണ്ട്. വ്യത്യസ്തമായിട്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ സൈഡിലൂടെ ഈ യെല്ലോ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഇതിനാകുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ ടൈ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഇടാനും നല്ല സുഖമായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ബാട്ടിക്കിനകത്ത് വരുന്ന ഫ്രോക്ക് ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ബാട്ടിക്കിനകത്ത് ഫ്രോക്ക് വരുന്നുണ്ട്. ഈ ബാട്ടിക്കിൽ തന്നെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, യോക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നോർമൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതും ഹാൻഡ് മെയ്ഡ് ബാട്ടിക്കാണ് കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് ബാട്ടിക്കാണ്. ഇതിനകത്തെല്ലാം ഈ ബാട്ടിക്കിനകത്ത് നമുക്ക് 6 എണ്ണമാണ് വരുന്നത്. ഈ 6 എണ്ണം നിങ്ങൾ എടുക്കണം. നല്ല കളേഴ്സ് ആണ്. അല്ല, ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം. പിന്നെ ഈ ബാട്ടിക്കിനകത്ത് തന്നെ നമ്മൾ യോക്ക് പോർഷനിൽ ഹക്കോബ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണിത്. ഇതിനകത്ത് നമ്മൾ താഴെ ഫ്രില്ല് കൊടുത്തിട്ടില്ല. സിമ്പിൾ ആൻഡ് ഒരു എലഗന്റ് ലുക്കിലാണ് ഇത് വെയർ ചെയ്യാൻ പറ്റുന്നത്. നല്ല രസം, നല്ല ഇത് ഇപ്പം സ്കൂളിലൊക്കെ +2, 10th, 9th ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പോകാനായിട്ടും ഒക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെയും 6 കളർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രോക്ക് ഇപ്പൊ ഇങ്ങനെ ട്രെൻഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫ്രോക്ക് കാണിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോൺ വാഷിൽ ഫ്രോക്ക് വരുന്നുണ്ട്. സ്റ്റോൺ വാഷിൽ നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ താഴെ ഫ്രില്ലൊന്നുമില്ല, നമ്മൾ ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഈ സ്റ്റോൺ വാഷിനകത്താണെങ്കിലും ഒരു സെറ്റ് 6 കളറാണ്. അതിൽ തന്നെ കണ്ടോ സ്ലീവിൽ ഫ്രില്ല് വെച്ചിട്ടുള്ളതുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ താഴെ ഫ്രില്ലുള്ളതുണ്ട്, സ്ലീവ്ലെസ് ഉണ്ട്. എല്ലാ മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും നമുക്ക് ഇതുണ്ട്. ഇത് സ്ലീവ്ലെസ് അല്ല, ഇത് ചെറിയൊരു സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എത്ര പീസ് വെച്ചെടുക്കും? ഇതിനെല്ലാം 6 കളറാണ് വരുന്നത്. ഇതിന്റെ സെറ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ 6 കളർ വരും. ഈ 6 കളർ ഇതുപോലെ എടുക്കണം. ഈ 6 കളർ ഇങ്ങനെ എടുക്കണം. പിന്നെ ഇതിലിപ്പോ ചെറിയൊരു സ്ലീവ് ഉണ്ട്, ഒരു ഫ്രില്ല് പോലെ ഒരു സ്ലീവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൽ തീരെ സ്ലീവ് ഇല്ലാത്തതും ഉണ്ട്. നല്ല ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവരുണ്ടല്ലോ, അതും എല്ലാം ഇവിടേക്കും ഉണ്ട്. ഈ സ്റ്റോൺ വാഷ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ 4 മോഡൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓൺലൈനിലാണ് നല്ല രീതിയിൽ പോണത്. ഓൺലൈനായിട്ട് നല്ല രീതിയിൽ നല്ല മാർജിൻ ഇട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അതുപോലെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി. ഇതിന്റെ സെക്കൻഡ് ഒക്കെ മാർക്കറ്റിലുണ്ട്. അതൊക്കെ കുറച്ച്, പക്ഷെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ചീത്തയാവത്തില്ല, കളർ പോകത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നും. ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഇതിൽ എല്ലാത്തിലും നമുക്ക് 3 ക്വാളിറ്റി കാണും. ഇത് നമ്മൾ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിന്റെ വെയിറ്റ് ഇങ്ങനെ അറിയാൻ പറ്റും. ചിലർ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പക്ഷെ എടുക്കുമ്പോൾ ഒരു ലൈനിങ്ങിന്റെ കട്ടിയെ കാണത്തുള്ളൂ. ഇന്നർ ഉപയോഗിക്കണം. ഇതിപ്പോ നമുക്ക് ഇന്നർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഒരു ടൈറ്റ്സ് മാത്രം ഇട്ടാൽ മതി നമുക്ക്. മറ്റേതാകുമ്പോൾ നമുക്ക് ഇന്നർ ഇല്ലാതെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് പിന്നെ പക്ഷെ കണ്ട ഒരേ കണക്കിരിക്കും. അതിന്റെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. പിന്നെ പിടിക്കുമ്പോഴും ഇതൊരു ജീൻസിന്റെ ടൈപ്പിലാണ് വരുന്നത്. നല്ല സുഖമായിരിക്കും ഇടാനായിട്ട്. ഇത് ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ്. പിന്നെ ഒട്ടും നിഴലടിക്കത്തില്ല. കണ്ട. പിന്നെ ഇതിന്റെ അടിയിൽ പ്ലെയിൻ കളർ ആയിരിക്കും. മറ്റേതാകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രിന്റ് തന്നെ ഇതിന്റെ അടിയിലും വരും. ഇതാകുമ്പോൾ ഇതിന്റെ അടിയിൽ ഇത് വേണമെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. കണ്ടോ, ഈ അടിവശം ഇങ്ങനെ വരും നമുക്ക്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രോക്കുകൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഫ്രോക്ക്. ഏത് റേറ്റിലും നമ്മളെടുത്ത് ഫ്രോക്ക് നൈറ്റി ഉണ്ട്. ഇത് മീഡിയം ക്വാളിറ്റിയിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് ഫ്രോക്കാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അത് ഡമ്മിയിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിന്റെ കളർ ചേഞ്ച് വരുമ്പോൾ ഒരു ഗ്രീൻ വരുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ആ കോൺട്രാസ്റ്റ് ലേസ് തന്നെ വെക്കും. അപ്പോൾ തന്നെ ഇടുമ്പം കണ്ട ഒരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ആവും. ഇത് അതിന്റെ വേറൊരു കളറാണ്. ഇത് അതിന്റെ വേറൊരു കളർ വരും. പിന്നെ മസ്റ്റേർഡ് ലൈൻ വരും. എല്ലാം നല്ല വെറൈറ്റി ലുക്കാണ്. ഇതിന്റെ
ഒരു പീസ് എന്ന് പറയുന്നത് റെഡ് ആണ് വരുന്നത്. നമ്മൾ ഈ ലേസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ചെറിയൊരു ലേസ് ഒക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രസമുണ്ട്. ഇതിന്റെ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് 2 ഷോ ബട്ടണും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യോക്കിന്റെ പോർഷൻ വേറൊരു ഷേപ്പ് ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ മാറ്റി മാറ്റി നമ്മൾ തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഡിസൈൻ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പ്രീമിയത്തിൽ വരുന്ന നമ്മൾ നേരത്തെ ഇത് ഞാൻ എംബ്രോയിഡറി നെക്ക് വെച്ചും ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തു, വെറും സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നു. സിമ്പിൾ ആയിട്ട് വേണമെന്നുള്ളവർക്ക്. അപ്പൊ ചേച്ചി ഈ നമ്മളെ ഈ നൈറ്റുകളിലായാലും മെറ്റീരിയലിലായാലും ഈ 3 ടൈപ്പ് ഉണ്ടെന്ന് പറയില്ലേ GSM, അതെങ്ങനെ, അതിനെ പറ്റി ഒന്ന് പറയുമോ? അത് ക്വാളിറ്റിയാണ്. GSM എന്ന് പറയുന്നത് നമ്മളെ വെയിറ്റ് ആണ് നൈറ്റിയുടെ. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഒരു നോർമൽ നൈറ്റിയാണ്, കണ്ടോ? അതിന്റെ ഒരു നോർമൽ 3/4 നൈറ്റിയാണ്. ഇത് നമ്മുടെ ലോക്കൽ ക്വാളിറ്റിയിൽ ചെയ്തിട്ടേക്കുന്നതാണ്. ഇതിനകത്തൊരു പോളിസ്റ്റർ മിക്സ് ഉണ്ട്, കണ്ടോ? ഇതുപോലെ ഞാൻ ഇതിന്റെ ഇനി മീഡിയം ക്വാളിറ്റി കാണിച്ചു തരാം. ഈ സെയിം മോഡല്, അതായത് സിമ്പിൾ, കേട്ടാ? ഇത് പക്ഷെ മീഡിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് കാണുമ്പോൾ പക്ഷെ എല്ലാം ഒരേ കണക്കിരിക്കും. ഇനി ഇതിന്റെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഇത് ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും. ഇത് കണ്ടോ? ഇത് പ്രീമിയം ക്വാളിറ്റിയാണ്. നമ്മളിപ്പോ തുണിയൊക്കെ എടുക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും. നമുക്ക് ഇതൊക്കെ എടുക്കുന്നിടത്ത് നമ്മൾ ആ വീഴുമ്പോൾ തന്നെ ചെറിയൊരു സൗണ്ട് കേൾക്കും ഇതിനകത്ത്. ഇത് മൂന്നും കണ്ട ഒരേപോലെ ഇരിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ്, ഇത് സെക്കൻഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ്. റേറ്റിൽ വ്യത്യാസം കാണും. ഏത് റേറ്റിൽ സാധനം വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് സാധനമുണ്ട്. ഇത് ലോക്കൽ ക്വാളിറ്റി മിക്സ് ആയിട്ട് എടുക്കും. ഇതിന്റെ ഒരു സെറ്റ്, പിന്നെ മീഡിയത്തിന്റെ ഒരു സെറ്റ്, പ്രീമിയത്തിന്റെ ഒരു സെറ്റ്, അങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ലോക്കൽ ഐറ്റം. അപ്പോഴും ഈ 3 ക്വാളിറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം ചെറിയ പൈസക്കുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. ഇനി ബൊട്ടിക്ക് ഐറ്റംസ് ആണ് നമ്മളിപ്പോ കൂടുതലും വെറൈറ്റിക്കാണ് ആൾക്കാർ തിരക്കി വരുന്നത്. അതിന് നമ്മൾ കൂടുതൽ വെറൈറ്റിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെറൈറ്റി ഉള്ളത് കാണിച്ചു തന്നത്. നോർമൽ കേസ് എപ്പോഴും കാണും. പിന്നെ ലേസ് നൈറ്റിയാണ് അടുത്ത ട്രെൻഡായിട്ട് പോണത്, കണ്ട? നല്ല പ്യുവർ കോട്ടണിലാണ് ഈ സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ലേസ് വർക്കാണ്. ഇത് എത്ര തച്ച് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തീരും. പിന്നെ ഇതിന്റെ ഒരു നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 5 കളർ വരും. ഈ ഓരോന്നിനും നമ്മൾ അതിന് മാച്ച് ചെയ്യുന്ന ലേസ് ആണ് വയ്ക്കുന്നത്, കണ്ടോ? ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ലേസ് വെക്കും. അപ്പോഴാണ് അതിന്റെ ഒരു ആ ഭംഗി നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും വെള്ളയും കറുപ്പും ഇട്ട് അടിച്ച ഒരു ഭംഗി വരത്തില്ല. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതെല്ലാം ബൊട്ടിക്കിൽ കയറി പോണതാണ്. ബൊട്ടിക്ക് ഐറ്റംസിനകത്തായിട്ട് ഇങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്തെല്ലാം പോക്കറ്റും കാണും. പോക്കറ്റിനകത്തും നമ്മൾ GPO ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിൽ നമ്മൾ GPO ലേസ് കൊടുക്കും. ഈ ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തുന്നതൊന്നും അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസുകളാണ്. പിന്നെ നല്ല ഭംഗിയുള്ളതാണ്. ഇതൊരു വെറൈറ്റി കളറാണ്, കണ്ട? നല്ല രസമാണ്. ഇടാനും ഭയങ്കര സുഖമാണ്. ഇടുമ്പോൾ ഒരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ബൊട്ടിക്കിലും ഓൺലൈനിലാണ് നല്ല രീതിയിൽ പോണത്. നല്ല മാർജിനിൽ പോണ സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്കിവിടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഇത് ഓൺലൈൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പോണ ഐറ്റംസ് ആണ്. എപ്പോ വന്നാലും കാണും. പിന്നെ ഈ ഒരു മോഡല് ഈ ഒരു പ്രിന്റിൽ ചിലപ്പോൾ കാണത്തില്ലെങ്കിലും ഈ ലേസ് നൈറ്റ് വേറെ ഏതെങ്കിലും മോഡലിൽ കാണും. എപ്പോഴും നമ്മൾ ഇപ്പൊ ചിലപ്പോൾ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടും. ചിലപ്പോൾ നമ്മൾ രണ്ടാമത് പോകുമ്പോൾ ഈ തുണി തന്നെ കിട്ടണമെന്നില്ല. ഈ പ്രിന്റ് കിട്ടത്തില്ല, ഈ ക്വാളിറ്റി കിട്ടും, ഈ സെയിം പ്രിന്റ് കിട്ടത്തില്ല. ഇത് കണ്ടോ, വേറെ ഡിസൈൻ ആണ്. ഇതും ഇതുപോലെ പോക്കറ്റിലും സ്ലീവിന്റെ എൻഡിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ബൊട്ടിക്ക് ഐറ്റംസിൽ പോണയാണ്. ബൊട്ടിക്ക് ഒരു പ്രീമിയം നൈറ്റുകളായിട്ട് പോണയാണ് ഇതെല്ലാം. ഇതിനകത്തും ഈ കളർ ചേഞ്ച് ഇങ്ങനെ വരും. പിന്നെ അതിന്റെ തന്നെ ഇപ്പം ഇതാണെങ്കിൽ ഇതിനകത്ത് 5 കളർ വരും. നമുക്ക് ആ ലേസിന് ചേരുന്ന ബട്ടണുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ സെന്ററിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല സ്റ്റാൻഡേർഡ്. നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ആക്സസറീസ് നോക്കുമ്പോൾ തന്നെ നൈറ്റിയിലൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് അങ്ങനെയൊക്കെ തുടക്കക്കാർക്ക് അങ്ങനെയൊക്കെ നോക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പ്രീമിയം നൈറ്റിയിൽ വെക്കുന്ന ആക്സസറീസും പ്രീമിയം ആയിരിക്കും.
ഇത് യെല്ലോ ആണ്. അടുത്തതുണ്ട് മെറൂൺ ലേസ് വെക്കുമ്പോൾ നമ്മൾ ആ കളറിൽ ഒരു ഷോ ബട്ടൺ ആയിരിക്കും വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇങ്ങനെ വരും. ഇതിന്റെ തന്നെ വേറൊരു ഡിസൈനും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ നെക്കിൽ ചെയ്തു, ഷോ ബട്ടൺ ഒഴിവാക്കിക്കൊണ്ട് നെക്കിലും ചെയ്തു. നെക്കിലും ഒരു ലേസും പോക്കറ്റിലും സ്ലീവിന്റെ എൻഡിലും കൊടുത്തു. ഇത് വേറൊരു മോഡലാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലേസ് നൈറ്റികൾ എപ്പോഴും നമുക്ക് കാണാം. ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ലേസ് ആണ് വെച്ചേക്കുന്നത്. ഓരോ മെറ്റീരിയൽസിന് അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കും. ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ തന്നെ റെഡിയായി വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മോഡൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷെ മെറ്റീരിയൽ സെയിം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. അത്രേ ഉള്ളൂ. പിന്നെ ഇത് വേറൊരു മോഡലാണ്. ഇതെല്ലാം ലേസിന്റെ ആണ്. ഇതെല്ലാം ബൊട്ടിക്ക് ഐറ്റംസ് ആണ് കേട്ടോ. ബൊട്ടിക്ക് ഓൺലൈനും ആണ് പോണത്. പിന്നെ ഇതുപോലെ സ്ഥിരമായിട്ട് ലാനായിട്ട് ഇട്ട് ഇപ്പൊ എല്ലാവർക്കും വെറൈറ്റി മതി. സ്ഥിരമായിട്ട് കാണുന്ന മറ്റേ വട്ടക്കഴുത്ത് സിബു ഒന്നും ഇപ്പൊ അങ്ങനെ അധികം ആരും ചോദിച്ചു വരുന്ന പോലുമില്ല. എല്ലാവർക്കും വെറൈറ്റിയാണ്. കൂടുതലും ഞങ്ങളെന്ന് എടുത്ത് ഓൺലൈൻ വഴിയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ബാട്ടിക്കിന്റെ കഫ്താൻ ഭയങ്കര മാർക്കറ്റിംഗ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നത് ഇത് പ്യുവർ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. പ്യുവർ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ്. ഇതിന്റെ പ്രോസിന് വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ പ്യുവർ ഹാൻഡ് മെയ്ഡ് ആണ്. ഇതിന്റെയൊക്കെ ഇതുപോലെ നമുക്ക് 6 കളറിലാണ് വരുന്നത്. ഇങ്ങനെ വരും: മെറൂൺ, മജന്ത, ബോട്ടിൽ ഗ്രീൻ, നേവി ബ്ലൂ, വയലറ്റ്, റെഡ്. ഇങ്ങനെയാണ് ഈ സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം. ഇത് മൊത്തം എല്ലാം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഇതിന്ന് തന്നെ 2-3 ആൾക്കാരങ്ങ് എടുക്കും. എങ്ങനെയായാലും മിനിമം 15 എടുക്കണമെന്നേ ഉള്ളൂ. ഇതേപോലെ മാം ഈ ഇപ്പൊ ഇച്ചിരി വയസ്സായ അമ്മമാർക്കൊക്കെ ഈ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ഏജുകാർക്കും ഉണ്ട്. പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. അമ്മച്ചിമാർക്കുണ്ട്. അതാ പറഞ്ഞ ബൊട്ടിക്ക് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. വെറൈറ്റി ഉണ്ടോ എന്നായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓൺലൈൻ വഴി പോണതിന് എന്തെങ്കിലും നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ഇത് ശ്രദ്ധിക്കൂ. 2 നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്താൽ നല്ല മാർജിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് പ്ലീറ്റഡ് നൈറ്റി ആണ്. ഇത് പ്രീമിയത്തിൽ വരുന്ന പ്ലീറ്റഡ് ആണ്. ഇതിൽ തന്നെ നമുക്ക് മീഡിയവും വരുന്നുണ്ട്. 3 ടൈപ്പ് ഇതിലുണ്ട്. 3 ഇതിനകത്തൊന്നും നമ്മൾ ലോക്കൽ നമുക്ക് തീരെ പോവാറില്ല. ഇപ്പൊ എല്ലാവർക്കും ഈ നല്ല ക്വാളിറ്റി മതി. ഇത് അതിന്റെ മീഡിയം മെറ്റീരിയലിൽ വരുന്നതാണ്. ഇത് അതിന്റെ പ്രീമിയം മെറ്റീരിയലിൽ വരുന്നതാണ്. ഇപ്പം ഇതാണ്. പിന്നെ ഇതിൽ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഇതിപ്പം പ്രോസിനാണല്ലോ വരുന്നത്. ഇതിന്റെ തന്നെ ചുങ്കിടിയിൽ വരുന്നുണ്ട്. ബാട്ടിക്കിനകത്ത് പ്ലീറ്റഡ് വരുന്നുണ്ട്. ഇതാണ്ട് ബാട്ടിക്കിൽ ചെയ്യുന്നുണ്ട് ഞങ്ങള്. ബാട്ടിക്കിനകത്തല്ല, ബാട്ടിക്ക് നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റമാണ് ബാട്ടിക്ക്. കണ്ടോ, ബാട്ടിക്കിൽ ചെയ്യുന്നുണ്ട്. ബാട്ടിക്കിൻ്റെ ഇത് പ്ലീറ്റഡ് നൈറ്റി ആണ്. ഇതിന്റെ തന്നെ നോർമൽ സ്ലീവ് വരുന്നുണ്ട്. ഇത് 3/4 വരുന്നുണ്ട്. ഇതിന്റെ തന്നെ നോർമൽ സ്ലീവ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ പണ്ടത്തെ ആ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ഡിമാൻഡ്, എപ്പോഴും ഡിമാൻഡ്. ഇത് ഇടുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്ക്. എല്ലാവർക്കും അറിയാം ഈ നൈറ്റിക്ക് വില ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ മോഡൽ ഇതിൽ ഒരുപാട് പ്രിന്റുകൾ വരുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം നല്ല നമുക്ക് ഈ അമിതമായിട്ട് ചൂടുള്ള സമയത്ത്, നമ്മുടെ ദേഹത്ത് ചൂടുള്ള സമയത്തൊക്കെ ഇടാൻ നല്ല നൈറ്റികളാണ് ഇതെല്ലാം. ഇതും 6 കളറിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ 6 കളറിൽ വരും. ബാട്ടിക്ക് എല്ലാം 6 കളേഴ്സിലാണ് വരുന്നത്. 6ഉം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളേഴ്സാണ്. ഇങ്ങനെ 6 കളേഴ്സാണ് വരുന്നത്. ഇത് ഇങ്ങനെ തന്നെ എടുക്കണം. ഈ ഇരിക്കുന്ന എല്ലാം ബാട്ടിക്കിന്റെ കളക്ഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞതിന്റെ ഒരു ഇതായോണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വരുന്നത് ചുങ്കിടി. ഇതാണ് ചുങ്കിടി എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ നോർമൽ ഉണ്ട്. നോർമൽ പഴയ ആ പണ്ടത്തെ മോഡല്. പിന്നെ അതിനകത്ത് തന്നെ ചെറിയ എംബ്രോയിഡറി ഒരു 3 വർഷം മുമ്പ് ഡൗൺ ആയിരുന്നു. ഇപ്പം വീണ്ടും ഈ ഓണത്തിന് എംബ്രോയിഡറി നൈറ്റീസ് ആണ് ഒത്തിരി എൻക്വയറി. നമ്മളിപ്പം ഫ്രോക്ക് നൈറ്റിക്കകത്തും ഈ നെക്ക് വെച്ച് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ വലിയ നെക്ക് വെക്കുന്നതുമുണ്ട്.
ബോക്സിനൊക്കെ ആയിട്ട് വരും. ഇതിനെല്ലാം ഇപ്പൊ ഇതിനകത്തൊക്കെ 5 കളർ വരും. ഈ 5 എണ്ണം എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഈ പെട്ടെന്ന് ഒരാൾക്കാര് ഇന്ന മോഡല് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ 15 എണ്ണം എടുക്കാൻ പറ്റത്തില്ലേ? ഉണ്ട്. ഈ 15 അല്ല, ഇതിന്റെ ഒരു 100 എണ്ണം വേണമെങ്കിലും എടുക്കണം. 100 അല്ല 200 300 വേണമെങ്കിലും എടുക്കാറുണ്ട്. പക്ഷെ മിനിമം ഒരു സെറ്റ് എടുക്കണം. ആ, അങ്ങനെയുള്ളൂ. അല്ലാതെ ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും എടുക്കാം. അതല്ല ഇനിയിപ്പോ ഇവിടെ കുറച്ച് സ്റ്റോക്ക് കുറവാണെങ്കിൽ ഒരു 10-200 എണ്ണം നിങ്ങൾ വിട്ടിട്ട് 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ അടിച്ച് ബാക്കിയും കൂടെ തരും. അതൊക്കെ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ ആണ്, ഞങ്ങളുടെ തന്നെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇത് നമുക്കിപ്പോ ഇത് ആവശ്യമാണെങ്കിൽ ഫോണിൽ വിളിച്ച് അപ്പൊ ഫോട്ടോ ഇട്ട് തരും അല്ലെ? ഇത് ഫോട്ടോ, അതിന്റെ ക്വാളിറ്റി, റേറ്റ് എല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ നൈറ്റിയെ സംബന്ധിച്ച് എന്താണ് ഈ നൈറ്റിയെ സംബന്ധിച്ച് നമുക്ക് എന്താ ഇതിനകത്ത് ഡിസൈൻ ഒന്നുമില്ല, കാണുന്നത് തന്നെ. ഇതിന് ഓൾ ഓവർ എന്നാ പറയുന്നത്. ഇതാണെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കും. അതേസമയം ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡിസൈൻ ഉണ്ട്. കണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഒരു നൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഇതിന്റെ സെറ്റ് നമ്മൾ സൈഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഏത് ക്വാളിറ്റിയാണ്, ഏത് മോഡലാണ്, ഏത് റേറ്റ് ആണ്, ഈ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോയോടൊപ്പം കസ്റ്റമേഴ്സിന് ചെല്ലും. അത് കണ്ടിട്ട് അവർക്ക് നേരിട്ട് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി മേടിക്കാം. ഇന്ത്യക്കകത്തും പുറത്തും നമുക്ക് സപ്ലൈ ഉണ്ട്. പിന്നെ ഇതെല്ലാം ചുങ്കിടിക്കത്തൊക്കെ ഒരുപാട് മോഡലുണ്ട്. കാര്യം എപ്പോഴും ഇറങ്ങി പോകുന്ന സാധനങ്ങളാണ്. ഉണ്ടാ ഇഷ്ടംപോലെ നൈറ്റി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് വെറൈറ്റി ചോദിച്ചാലും ഞങ്ങളുടെ കയ്യിലുണ്ട് സാധനം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതണ്ട, ഇത് നമ്മുടെ ബ്രഷ് പെയിന്റ് എന്ന് പറയും. ബ്രഷ് പെയിന്റ് ഇതിനകത്തും ഈ മെറ്റീരിയലൊക്കെ ഇപ്പൊ നല്ല പോലെ കിട്ടുന്നില്ല. സ്റ്റോക്ക് നല്ലപോലെ കുറവാണ് ഞങ്ങൾക്ക്. അല്ലല്ല, ഇതൊക്കെ പിന്നെ ഇറങ്ങി വരുന്നത്. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ഈ ചുങ്കിടിയുടെ ബേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് മെറ്റീരിയൽസിൽ വെറൈറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ അപ്പോഴേ മെറ്റീരിയൽസ് എടുത്തത് നൈറ്റി ആക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഗുജിരി. ഇതും നേവി ബ്ലൂ, റെഡ്, മെറൂൺ 3 കളറിലേ വരത്തുള്ളൂ. ഇത് നല്ല രസം. ഇത് അവിടുത്തെ രാജസ്ഥാനിലെ ട്രഡീഷണൽ പ്രിന്റുകളാണ്. ഇത് ഒരു സെറ്റിൽ 3 എണ്ണേ വരും. നേവി ബ്ലൂ, റെഡ്, മെറൂൺ. ഇതിനകത്ത് നല്ല ഡിസൈൻ വരും. മറ്റേ ഒരു ലേഡി ഇങ്ങനെ നിൽക്കുന്നത്, മാൻ, ഇത് ഡാൻസ് ചെയ്യുന്നതാണ്. ഇത് അവിടുത്തെ ഓരോരോ ട്രഡീഷണൽ പ്രിന്റുകൾ ഇങ്ങനെ ആക്കി വെക്കുന്നതാണ്. ഇത് നല്ല രസമുള്ള, നല്ല ഡിമാൻഡുള്ള സാധനം. ഇത് ഇടാൻ നല്ലതാണ്. കട്ടി കുറഞ്ഞ കോട്ടൺ ആണ്. ഇത് കട്ടി കുറഞ്ഞ കോട്ടൺ ആണ്, പക്ഷെ കളറൊന്നും പോകത്തില്ല. ഒത്തിരി നാൾ നമുക്ക് ഇടാം. കട്ടി കുറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കീറിയുന്ന ഈ തുണിയുടെ പ്രത്യേകതയാണത്. പിന്നെ ഇതിന്റെ കട്ടി ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ഇപ്പം സ്റ്റോക്ക് ഇല്ല. ഇപ്പൊ നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ തന്നെ ഹെവി ഉണ്ട്. നമ്മളിപ്പോ ഈ ആരെങ്കിലും ഇവിടെ വരാതെ തന്നെ കയറ്റി അയക്കുമല്ലോ, എല്ലാം കൂടെ നമുക്ക് മൂത്ത് നോക്കാനുള്ള ഒരു ഇതില്ലല്ലോ. കയറ്റി അയക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ അതെങ്ങനെ റിട്ടേൺ ഇടാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ നമ്മള് 6 കണ്ണ് ഇതിന്റെ മുകളിൽ കൂടെ ഓടും. കാര്യം ഒന്ന്, നമ്മള് ലെയർ ഇടാൻ നേരത്ത് നമ്മൾ കാണും നോക്കിയാ ഇടുന്നത്. 2 പിന്നെ കട്ടിങ്ങിന്റെ സമയത്ത്, സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത്, ചെക്കിങ് ഫോൾഡിങ്ങിന്റെ സമയത്ത്, ഇത്രയും സമയത്ത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പേരുടെ കണ്ണ് വെട്ടിച്ചും ചില ആശാന്മാർ ഇതിനകത്ത് കയറി കളയാം. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്ത് കംപ്ലൈന്റ്, അതായത് നമ്മൾ കംപ്ലൈന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചിലപ്പോ ഇഴ എടുക്കാതെ വരും. പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, കീറല്, ചിലപ്പം നമുക്ക് പിന്നലൊക്കെ വരും. അത് നൈറ്റിയിൽ പ്രോബ്ലം വരത്തില്ല, മെറ്റീരിയൽസ് പോകുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. കാര്യം നമുക്ക് 100-200 ഒക്കെ മേടിക്കുന്നവർക്കൊന്ന് 5-15 എണ്ണം എടുത്താൽ നമുക്ക് ഫോൾഡ് ചെയ്ത് മടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. കാര്യം ഇത്രയും സാധനങ്ങൾ കിടക്കുന്നു, ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നു, ഇതിന്റെ ഇടയ്ക്ക് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങൾക്ക് അവർക്ക് ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഓൺലൈനാണെങ്കിൽ നമുക്ക് അവർ എന്ന് പാഴ്സൽ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ആ പാഴ്സൽ കിട്ടി 2 ദിവസത്തിനകത്ത് വീഡിയോ കോളിൽ നമ്മളെ കാണിച്ച് ഇന്ന പ്രശ്നമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടേൺ ഇടാൻ പറയും. നെക്സ്റ്റ് പർച്ചേസിൽ അതിന് പകരം ഒരു മെറ്റീരിയൽ നമ്മൾ അവർക്ക് വെച്ചു കൊടുക്കും. അതുപോലെ നൈറ്റിക്കകത്താണെങ്കിലും പിന്നെ നൈറ്റിൽ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്താണ് നമ്മൾ ഇവിടെ കയറ്റുന്നത്. അതുകൊണ്ട് ഒരു 2% ഉള്ളൂ നൈറ്റിയിൽ ഡാമേജ് വരാനുള്ള ചാൻസ്. മെറ്റീരിയലിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 2-3% വരെയൊക്കെ വരാൻ പറ്റും. കാര്യം അവർ അവിടുന്ന് കമ്പനിയിൽ നിന്ന് അയക്കുന്നത് തന്നെ ഇവർ 10% മിസ് പ്രിന്റും അതും ഇതൊക്കെ ഇട്ടേ അവർ ഇടത്തുള്ളത്. അവരുടെ ഒരു നേച്ചർ ആണത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഴ എടുക്കാതെ വരിക, കീറല് വരിക, ഇതൊക്കെ. അത് കളറ് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഇല്ല. പിന്നെ ഡാമേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കീറല്, പിന്നെ കറ എങ്ങാനും പിടിച്ചിരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഇടാൻ പറയും. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ മോഡലുകളാണ്.
ഇത് 2 വർഷം മുമ്പുള്ള ഓണത്തിന് ഇവിടെ അല്ല ഇവിടുന്ന് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പ്ലെയിനില് സെന്ററില് ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പൊ പ്ലെയിൻ നൈറ്റി നല്ല പ്ലെയിനിൽ വർക്ക് വരുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഹോസ്പിറ്റൽ കേസ് പിന്നെ പ്രെയറിന്റെ ടൈമിലൊക്കെ ഇടാനായിട്ടാണ് ഇത് കൂടുതലും പോണത്. അല്ലാതെ ഇത് ഡെയിലി യൂസിന് അങ്ങനെ പോലെ കുറവാണ്. പിന്നെ അല്ല നല്ല ഈ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അവരിടും. പിന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും മുതലാവത്തില്ല. പക്ഷെ ഇത് ഇട്ട നല്ല രസമാണ് കേട്ടോ. ഒരു വൈറ്റ് നൈറ്റ് ഇടുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ലുക്ക് വേറെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ലേസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അതാ പറഞ്ഞ ലേസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് വേഗം വേഗം ഇറങ്ങിപ്പോവും. പിന്നെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകളാണ്. മിക്സ് ആൻഡ് മാച്ചിൽ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് ഇരിപ്പുണ്ട്. ഇതുപോലെ ഇതിപ്പം പ്രിൻസസ് കട്ടിലാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഒരുപാട് ഷേപ്പിൽ നമ്മളിങ്ങനെ ഈ കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ അതിന് വേറെ വേറെ മോഡലാവും. ഇതും ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകൾ. ഇത് അതിന്റെ വേറൊരു മോഡൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് നോർമൽ സ്ലീവിലും 3/4 കിട്ടും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ഇപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നതാണല്ലോ. എത്ര തച്ച് വെച്ചാലും തീരുന്ന ഒരു നൈറ്റിയാണിത്. ഞങ്ങളെ ഇപ്പോ 12 വർഷം കഴിഞ്ഞു ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട്, ഈ ഒരു ക്ലോത്തിങ് ഫീൽഡിൽ വന്നിട്ട് ഈ 12 വർഷം എന്റെ കൂടെ ഉള്ള ആളാണ്. ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇതായിരുന്നു ആദ്യം ഇടയ്ക്ക് വെച്ച് ടോപ്പാണ് വീട്ടിലിടുന്നതെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അവര് എല്ലാരും ഇതെടുത്ത് നല്ല ബോഡി ഷേപ്പിൽ കടിച്ചിട്ട് നമ്മൾ ടോപ്പ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന കണക്കിരിക്കും. ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് ഒത്തിരി അവിടെയൊക്കെ ഇരിപ്പുണ്ട് ഇതിന്റെ ഈ ഒരു ഡിസൈൻ്റെ നൈറ്റികള്. ഇത് 10 കളറിൽ വരും. ഇത് മാത്രം എടുക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെ ഇതെല്ലാം ഓരോരോ വെറൈറ്റിയിലാണ്. ഇതെല്ലാം നമ്മുടെ ചുങ്കിടിക്കകത്ത് തന്നെ നെക്ക് വരുന്ന മോഡലുകളാണ്. ഇത് അതിനകത്ത് 3/4 ആണ്. ഇതിന്റെ നോർമൽ ഉണ്ട്. പിന്നെ നമ്മൾ ഇതാണ്ട് ഈ കണ്ടില്ലേ, ഇത് ഒരു എംബ്രോയിഡറി നൈറ്റിയാണ്. ഇതിന്റെ തന്നെ വേറെ ഡിസൈനാണ് ഈ വരുന്നത്, ഈ ഇരിക്കുന്നത്. ഇത് അതിന്റെ വേറൊരു ഡിസൈനാണ്. ഇത് അതിന്റെ വേറൊരു ഡിസൈനാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ ഡിസൈൻസുകൾ ഇങ്ങനെ എല്ലാം നമ്മളതിന് ചേരുന്ന നെക്കുകളാണ് വയ്ക്കുന്നത്. അപ്പോഴേ അതിനൊരു ലുക്ക് വരത്തുള്ളൂ. കണ്ടോ, എന്തെങ്കിലും എടുത്ത് വെച്ചാൽ അതിനൊരു ഭംഗി വരത്തില്ല ഇടുമ്പോ. പിന്നെ ഷോൾ നൈറ്റി ഉണ്ട്. ഇതുപോലെ ഒരുപാട് എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ളവരാണ്. ഇത് ഷോള് വരുന്നത് മൽമൽ കോട്ടണിലായിരിക്കും. ഇത് നമ്മുടെ രാജവാടിക്കകത്താണ് വരുന്നത്. ഷോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ വരത്തില്ല, നല്ല കണക്ക് കിടന്നോളും. 2 10 ഈ ഷോള് വരുന്നത്. നല്ല തലയിൽ നല്ല രീതിയിൽ ചുറ്റിയിടാൻ പറ്റും. അതല്ല അത്യാവശ്യം അങ്ങോട്ടും കൊണ്ട് പോകണമെങ്കിൽ ടോപ്പ് ഷാളുമായിട്ട് ഇടാം. ഇത് നമ്മളിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ടോപ്പ് ഷാളുമായിട്ട് കൊടുക്കുന്നവരും ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇപ്പൊ സ്കൂട്ടറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഷോള് തോർത്തിന് പകരം ഇതിട്ടുണ്ട് ഇപ്പം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ വാഷിൽ വരുന്ന നൈറ്റീസ് ആണ്. ഇതിനകത്തും നമുക്ക് ഷോള് വരുന്നത്. ഇതിന് കുറച്ചേ ഉള്ളൂ. എല്ലാം നമ്മുടെ പെരുന്നാൾ അടുപ്പിച്ച് വന്നവരായിരുന്നു. ഇതിന് ഏകദേശം 6 കളറുണ്ട്. പിന്നെ വരുന്നത് എല്ലാം ഓരോരോ വെറൈറ്റീസ് ആണ്. പിന്നെ മാനസി വരുന്നുണ്ട്. ബാട്ടിക്കിലെ മാനസി വരുന്നുണ്ട് കേട്ടോ. ബാട്ടിക്കിലെ മാനസിയൊക്കെ എപ്പോഴും ഡിമാൻഡാണ്. ബാട്ടിക്കിൽ എപ്പോഴും ഡിമാൻഡാണ്. ഇതിന് റേറ്റും ഉണ്ട്, പക്ഷെ ഡിമാൻഡും ആണ്. കാര്യം ഇതിട്ട് ശീലിക്കുന്നവർക്ക് ഈ മെറ്റീരിയൽ അല്ലാതെ പിന്നെ വേറൊരു മെറ്റീരിയൽ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബാട്ടിക്ക്. ഇതിപ്പോ ടോപ്പായിട്ടും ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മള് പ്രീമിയത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കട്ട് നല്ല രീതിക്ക് പോവും. ഇതിൽ ചെയ്തിട്ടുണ്ട്, ചുങ്കിടിയിൽ ചെയ്യുന്നുണ്ട്. ഇത് പ്രോസിനാണ്. പ്രോസിൻ മീൻസ് പ്രീമിയം ക്വാളിറ്റി പ്രോസിൻ. അതുപോലെ തന്നെ ഇത് അതിന്റെ ചുങ്കിടിയിൽ ചെയ്തേക്കുന്നതാണ്. കണ്ട, ഏത് മോഡലിൽ എടുത്താലും 3 അല്ല 5 എന്തൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും അത്രയും മോഡലിലും വെറൈറ്റിയിലും ഞങ്ങൾ ചെയ്യും. പിന്നെ കാര്യം ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട് സാധനങ്ങൾ. പിന്നെ ഇത് തന്നെ ഞങ്ങൾ മീഡിയത്തിൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇനിയിപ്പം ഓണം വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതെല്ലാം ജീജസിന്റെ നൈറ്റികളാണ്. ഇപ്പൊ ഈ ഓണം വരുന്നത് ഇപ്പം 10-60 ദിവസം കൂടെ ഉള്ളൂ. ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഓർഡറുകൾ സ്റ്റോപ്പ് ചെയ്യും. കാര്യം നമുക്ക് അടിച്ചു വരാൻ സമയം കിട്ടത്തില്ല. അപ്പൊ 300 പീസിന്റെ ഓർഡർ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ നമ്മൾ ചെയ്തു തരും. നിങ്ങൾ പറയുന്ന മോഡലിൽ, നിങ്ങൾ പറയുന്ന സൈസിൽ, നിങ്ങളുടെ ബ്രാൻഡിൽ നമ്മൾ ചെയ്തു തരും. അപ്പം ബ്രാൻഡായിട്ട് ചെയ്യണമെന്നുള്ളവർക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ എംബ്രോയിഡറി നൈറ്റി, ഇത് നമ്മളത് പ്രീമിയത്തിലാണ് എല്ലാം കണ്ടത്. ഇത് മീഡിയത്തിൽ ചെയ്തേക്കുന്നതാണ്, മീഡിയം ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന ഒരു നൈറ്റിയാണ്. നല്ല മീഡിയം എന്ന് പറഞ്ഞാലും അത്യാവശ്യം തെറ്റില്ലാത്ത മെറ്റീരിയൽ തന്നെയാണ്. ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഉണ്ട്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 9 മണി തൊട്ട് 7 മണി വരെ, ഞായറാഴ്ച 5 മണി വരെ. പിന്നെ ഇത് പ്ലെയിനിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതിന് ഡിമാൻഡ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞില്ല, എന്ത് സംഭവം നമ്മൾ എന്ത് വെറൈറ്റി കൊണ്ടുവന്നാലും നല്ല ചുടപ്പം പോലെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നൈറ്റി എപ്പോഴും 1, 2, 3 ഒക്കെ തന്നെ ഒരു കസ്റ്റമർ തന്നെ അങ്ങ് എടുക്കും. പിന്നെ നമ്മള് ഡെയിലി യൂസ് ആവുന്നത് തന്നെ ഒരു ദിവസം എങ്ങനെയായാലും നമുക്കൊരു 2 എണ്ണം വേണ്ടി വരും. അപ്പോഴത്തേക്ക് തന്നെ ഇത് പിന്നെ ഈ എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഈ വെറൈറ്റി കാണുമ്പോഴത്തേക്ക് ആൾക്കാരത് മേടിക്കും. പിന്നെ നമ്മളിപ്പം ജസ്റ്റ് ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്. ഇതല്ല നമ്മൾ ഈ ടീനേജ് പിള്ളേരെയൊക്കെ നോക്കാനായിട്ട് ഒരു തടിങ്ങനായിരുന്നു. ഇത് ഞങ്ങള് സ്ലീവ്ലെസ്സിന്റെ കുറെ എണ്ണം നമ്മളിങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് അവിടെ. അപ്പൊ ഇവര് മാത്രം റെഡി ആയിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഒരു വൈറ്റ് ഇന്നർ ഇട്ടാ ഇത് സൂപ്പർ ആയിട്ട് പോകും. ഇതെല്ലാം ഓൺലൈനിൽ സൂപ്പർ ആയിട്ട് പോണ സാധനങ്ങളാണ്. അതിനകത്ത് തന്നെ നമ്മള് ഈ ലേസിന് ചേരുന്ന കണക്ക് തന്നെ ഈ ലേസ് ആണെങ്കിൽ അതിന്റെ അടിയിൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പൊട്ടിയൊന്നും പോകത്തില്ല. പിന്നെ ഇതെല്ലാം ഒറ്റ സ്റ്റിച്ചിങ് ആണ്, അതുകൊണ്ട് ഇടുമ്പോഴൊന്നും ഇതാവത്തില്ല. ഈ സെയിം പിന്നെ ലേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ നല്ല ഒരു ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ സെൽഫ് ആയിട്ടുള്ള തന്നെ ഒരു ബീഡ്സിന്റെ ഒരു കുഞ്ഞു ഫ്ലവർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ ഈ ഇപ്പൊ ഡമ്മിക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല ഞൊറുവായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ. പിന്നെ ഇത് സൈഡിലെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. ഇത് സൈഡിൽ കിട്ടുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടായിരിക്കും. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, അതല്ല ഇങ്ങനെ ഇടാൻ കുറച്ച് ഷൈനസ് ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് ഇന്നറോ ബ്ലാക്ക് ഇന്നറോ ഇട്ടാൽ ഭയങ്കര ലുക്കായിരിക്കും ഇത് ഇട്ടുകൊണ്ട് പോകാനായിട്ട്. സിമ്പിൾ ആണ്, കാണാൻ നല്ല രസമായിരിക്കും. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, ഇതിപ്പോ നമ്മള് ഇതിൽ കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് നമുക്ക് വൈറ്റോ ബ്ലാക്കോ ഇന്നർ ഉപയോഗിച്ചും അതല്ലെങ്കിൽ നമുക്ക് ഷ്രഗ് ഉപയോഗിച്ചും ഒക്കെ ഇടാം. അതല്ല ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇതിന്റെ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 5 കളറിലാണ് ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത്. ഇതെല്ലാം സെയിം ആണ്, അതായത് ക്ലോത്തിന്റെ തന്നെ ലേസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അതിന്റെ തന്നെ ഫ്ലവർ ആണ് വരുന്നത്. ഒരു എലഗൻ ലുക്ക് ആയിരിക്കും ഇത് ഇടുന്ന സമയത്ത്. അതൊരു ഗ്രേപ്പ് കളറാണ്, ഒരു ബോട്ടിൽ ഗ്രീനകത്ത് വരുന്നുണ്ട്. എന്നിട്ടെല്ലാം നല്ല നീളത്തിലുള്ള ടൈ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ ടൈ ആണ്. ഇത് സൈഡിൽ വേണമെങ്കിലും സൈഡിൽ കിട്ടുന്നതാണ് അതിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇത് അതിനകത്ത് അതിന്റെ ബോട്ടിൽ ഗ്രീൻ ആണ് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ ഫ്ലവർ തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു പീകോക്ക് ബ്ലൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 5 കളറിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഞങ്ങൾ സാമ്പിൾ അടിച്ചപ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ പോയതാണ്. ഇതെല്ലാം ഓൺലൈനിലാണ് കേട്ടോ പോണത്. ഇതെല്ലാം ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നതാണ്, ഓൺ പ്രോഡക്റ്റ് ആണ്. ഇനി ഓണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട് വരാനായിട്ട് പുതിയ പുതിയ മോഡലുകള്. ഇത് പീച്ച് കളറ് സെയിം ആണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് ഇത് നമ്മളിതിനകത്ത് കോൺട്രാസ്റ്റ്, ഈ മോഡൽ തന്നെ ഞങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ആ കോൺട്രാസ്റ്റ് കളർ വരുന്ന ടൈ ആണ് നമ്മൾ സൈഡിൽ കൊടുത്തേക്കുന്നത്. അതിന്റെ ഫ്ലവറും കോൺട്രാസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന് വേറൊരു ഭംഗിയാണ് വരുന്നത്. ഇത് നമ്മളൊരു ഷ്രഗ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇപ്പം സ്ലീവ്ലെസ് ആയിട്ട് വേണ്ട എന്നുള്ളവർക്ക് ഷ്രഗ് വേണമെങ്കിലും ഇട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ബ്ലാക്കോ വൈറ്റോ ഇന്നർ ഇട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് നമ്മൾ ഈ നെക്ക് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നെക്ക് നമ്മൾ 3.5 ഇഞ്ചിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നെക്ക് വരും.
അതുകൊണ്ട് ഇടുമ്പോഴത്തേക്ക് ഒരു വൃത്തികേടും കാണത്തില്ല. നല്ല ബാക്ക് ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഡീപ്പ് ആവശ്യത്തിന് മാത്രമേ ഡീപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഇതിന്റെ ഞങ്ങളൊരു 5 കളർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു നേവി ബ്ലൂവിനകത്ത് ഒരു ലൈറ്റ് റോസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ ടൈ എന്ന് പറയുന്നത് ലൈറ്റ് റോസ് ആയിരിക്കും. പിന്നെ ഫ്ലവറും നമ്മൾ കൊടുത്തേക്കുന്നത് റോസ് ആണ്. അതുപോലെ അടുത്തത് ഗ്രീൻ വിത്ത് റെഡ് ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്താണെങ്കിലും ബോട്ടിൽ ഗ്രീൻ, അതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഫ്ലവർ ആണെങ്കിലും ഇപ്പം ഇങ്ങനെ ഇടുന്നവർക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇതെല്ലാം പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇടാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ എല്ലാത്തിനും ഈ കോൺട്രാസ്റ്റ് ടൈ ഉണ്ടാവും. അതും കൂടെ കെട്ടുമ്പോഴായിരിക്കും ശരി അതിന്റെ ഭംഗി വരുന്നത്. ഇതിനകത്ത് ആ ഫ്ലവറും ഇതാണ് വരുന്നത്. പിന്നെ നമ്മള് ഇതും ഒരു കോൺട്രാസ്റ്റിൽ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഇന്നർ ഉപയോഗിച്ച് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇന്നർ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ് ടീഷർട്ട് ഉപയോഗിച്ച് ഇടാൻ പറ്റും, ഷ്രഗ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. ഇനി നമ്മൾ ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്കിന്റെ ഒരു 5 വെറൈറ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. അതിന് ഞങ്ങൾ ബ്ലാക്കിലും കൂടെ ചെയ്തു. എല്ലാം ഒരേപോലെ പോകുന്നുണ്ട്. ഇതിപ്പോ ഞാനൊരു ഷ്രഗ് കൂടെ ഉപയോഗിച്ചിട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഇതിന് ഷ്രഗ് കാണത്തില്ല. ഈ ഒരു ടൈ കാണും, അല്ലാതെ ഈ ഒരു ഡ്രസ്സ് മാത്രമേ കാണുള്ളൂ. നമ്മളത് ഇതും കൂടി ഇട്ടാൽ ഞാനൊരു ഇടാം എന്ന് ഞാൻ പറഞ്ഞതാണ്. നല്ല രസമായിട്ട് വരുന്നതാണ്. ഇതിനകത്ത് നമ്മളൊരു ഈ കോൺട്രാസ്റ്റ് ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. പക്ഷെ അത്രയും കുഞ്ഞു പോവാണെങ്കിൽ നല്ല രസമാണ്. പക്ഷെ ഇത് നമുക്കിതാ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇന്നർ ഉപയോഗിക്കാം, ബ്ലാക്ക് ഇന്നർ ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ 3.5 ഇഞ്ച് നെക്കേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നെക്ക് ഇറങ്ങി പോവോ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ബ്ലാക്കിനകത്ത് ഞങ്ങളൊരു 5 ലേസിൽ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ വരും, ഇത്ര ഇറക്കേ കാണത്തുള്ളൂ. ഇത്ര ഇറക്കമായിരിക്കും. നല്ല ഫിറ്റിംഗ് ആണിത് ഇടാൻ നേരത്ത്. പിന്നെ ഇതാ നമുക്ക് മുട്ടിന് താഴെ ഒരു ഇറക്കവും കാണും. നല്ല രസത്തിൽ ഇങ്ങനെ ഇടാൻ പറ്റും. പിന്നെ ബ്ലാക്കിനകത്ത് റെഡ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നല്ല കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഫ്രീ ആണ്. ഇപ്പൊ എല്ലാവരും ഇടുന്ന ഡ്രസ്സ് ഫ്രീ സൈസ് ആണ് ഇടുന്നത്. ആരും ഇങ്ങനെ ബോഡി ഷേപ്പ് ഒന്നും ഇടുന്നില്ല. ഇതിന്റെ ബാക്കിൽ ഫ്രണ്ടിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഫ്രില്ലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇതിനകത്ത് ലൈറ്റ് റോസ് ആണ് അടുത്ത് വരുന്നത്. ഇത് എത്ര കളർ ഉണ്ട്? 5 കളർ വെച്ചാണ് ഞങ്ങൾ ഇപ്പോൾ സെറ്റ് 5 ആയതുകൊണ്ട് ഞങ്ങൾ 5 കളർ എടുത്തേ ഉള്ളൂ. ഞങ്ങളിൽ ഇനിയിപ്പോ ഓർഡർ വരുവാന്നുണ്ടെങ്കിൽ എത്ര കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു യെല്ലോ ആണ്. ഒരു ഓർഡർ തന്നാൽ എത്ര ദിവസം കൊണ്ട് അത് കൊടുക്കാൻ പറ്റും? 30 നൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നോർമൽ ഉണ്ട്, മീഡിയം മോഡൽ ഉണ്ട്, എക്സ്ട്രാ മോഡൽ ഉണ്ട്. ഏത് ടൈപ്പ് ഇന്ന് നമ്മൾ ഇത് സ്ലീവിൽ ഇപ്പം ഒരുപാട് പേര് സ്ലീവ്ലെസ് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാ നൈറ്റിയിൽ പോലും സ്ലീവ്ലെസ് വെക്കുന്നുണ്ട്. എല്ലാവരും സ്ലീവ്ലെസ് വെച്ചിട്ട് ഇതിനകത്തെല്ലാം അഡീഷണൽ സ്ലീവ് അവർ കട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സ്ലീവ്ലെസ് നൈറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ മാഡം ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് ഇവിടെ ഇട്ട് വരേണ്ട വഴിയൊന്നും പറഞ്ഞു തരും? നമ്മൾ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന സ്ഥലത്താണ്. നമുക്ക് NH നിന്ന് 20 മിനിറ്റ്, അതായത് NH നിന്ന് 1 മിനിറ്റ് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലോട്ട്. പിന്നെ നമുക്ക് പിന്നെ ട്രെയിനിലാണെങ്കിലും ബസ്സിനാണെങ്കിലും വരാം. ഈ തിരുവനന്തപുരത്തുള്ളവരൊക്കെ ആണെങ്കിൽ ബസ്സിന് വരുന്നതാണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രം കൊല്ലം ജില്ലയെന്ന് പറയുന്നെങ്കിലും കൊല്ലം ട്രിവാൻഡ്രം ബോർഡറിലാണ്. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൽ ഒരുപാട് പേര് ട്രെയിനിൽ കൊല്ലത്ത് ഇറങ്ങും. കൊല്ലത്ത് ഇറങ്ങി തന്നെ ആറ്റിങ്ങിൽ പോണ ദൂരം വീണ്ടും ഒരു ബസ്സിന് ഇങ്ങോട്ട് വരേണ്ടി വരും. അതിനെക്കാട്ടും തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിന് വരുന്നതാണ് നല്ലത്. പിന്നെ ഒരുപാട് ദൂരമുള്ളവർക്കൊക്കെ ട്രെയിനിൽ കൊല്ലത്ത് വന്നിട്ട് അവിടുന്ന് നമുക്ക് ഇപ്പം വളരെ സ്പീഡിൽ നമ്മൾ റോഡ് പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഓൺലൈനും ഓഫ്ലൈനും സർവീസ് നമുക്കുണ്ട്. ഇന്ത്യക്ക് അകത്തും പുറത്തും സർവീസ് ഉണ്ട്. DTDC, പോസ്റ്റ് ഓഫീസ്, APS, VRL ഈ 4 ഇതിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആൾക്കാർക്ക്
ഇവിടെ വന്ന് എടുക്കാൻ എത്ര വേണമെങ്കിലും നൈറ്റി മാത്രം ചെയ്യുന്ന ഒരു ഷോപ്പിനാണെങ്കിൽ ഇഷ്ടം പോലെ മോഡൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഞങ്ങള് പിന്നെ എംബ്രോയിഡറിയിലാണ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം എംബ്രോയിഡറി നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടം. എംബ്രോയിഡറി ഈ ലേസും ഭയങ്കര ഇഷ്ടമാണെന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട് അത്. അപ്പം കൂടുതലും നമ്മൾ എംബ്രോയിഡറിക്കകത്തോട്ട് ഫോക്കസ് ചെയ്യാനാണ് പോണത്. പിന്നെ ഓണത്തിന്റെ കളക്ഷനുകൾ തന്നെയാണിത്. ഓണത്തിന്റെ കളക്ഷൻ ഞങ്ങൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി 10-60 ദിവസമേ ഉള്ളൂ ഓണത്തിന്. അപ്പം നമുക്ക് ഷോപ്പ് ഉള്ളവർക്ക് വേണമെങ്കിൽ ന്യൂ സ്റ്റോക്ക് എടുക്കാനും പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് വേണമെങ്കിൽ ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അതെല്ലാം 300 പീസിന്റെ ഓർഡർ തരണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പറ്റുന്ന സമയമാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലേബലിൽ തന്നെ അത് അടിച്ചു കിട്ടും. അപ്പൊ ആൾക്കാർ ഇവിടെ വരാതെ തന്നെ നമ്മളിപ്പോ ഓൺലൈനിലായിട്ടായാലും അല്ലെങ്കിൽ ഇവിടെ വന്നായാലും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് അയക്കുവോ? ഇല്ല, ഉടനെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വരുന്നവർക്കാണെങ്കിൽ അപ്പോഴേ കൈ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് വരുന്ന ഓൺലൈൻ ആണെങ്കിൽ ഇന്നത്തെ പേയ്മെന്റിന് നെക്സ്റ്റ് ഡേ നമ്മൾ അയക്കും. തൊട്ടടുത്ത ദിവസം നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും അവധി ഇല്ലെങ്കിൽ, ഇപ്പൊ സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലേ വരും. വർക്കിംഗ് ഡേയിൽ അയക്കാൻ പറ്റും. വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിങ്കളാഴ്ച പേയ്മെന്റ് ചെയ്താൽ ചൊവ്വാഴ്ച ഞങ്ങൾ വിടും. തിങ്കളാഴ്ച ഉച്ച വരെ ഉള്ളത്, തിങ്കളാഴ്ച 11 മണി വരെ ഉള്ളത് ചൊവ്വാഴ്ച രാവിലെ വിടും. അടുത്ത 11 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണത്. ആ 11 മണി കഴിഞ്ഞ് വരുന്നത് അടുത്ത ചൊവ്വാഴ്ച 11 മണിക്കുള്ളതിൽ വിടും. ഇത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിളിച്ചറിയിക്കുകയും നമ്മൾ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും പിന്നെ ഒരു സ്ലിപ്പ് കിട്ടും നമുക്ക്. എന്താണ് DTDC ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും APS ആണെങ്കിലും VR ആണെങ്കിലും നമുക്കൊരു ട്രാൻസാക്ഷൻ ID കിട്ടും. അതിനകത്തൊരു കോഡ് നമ്പർ കാണാം. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ പാഴ്സൽ എവിടെ ആയിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണെങ്കിൽ മാക്സിമം 4 ദിവസമാണ്. ഇപ്പൊ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ തിങ്കളാഴ്ച അയച്ച ചൊവ്വാഴ്ച കിട്ടുന്നുണ്ട്. ബാക്കി ജില്ലകളിലോട്ട് നമുക്ക് മാക്സിമം 4ാമത്തെ ദിവസം കിട്ടും. അതുപോലെ APS ആണെങ്കിലും ഈ ഓണം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡിലേ. ഓണം ആകുമ്പോൾ ഭയങ്കര റഷ് ആകുമ്പോൾ നമുക്ക് ഈ 4 എന്നുള്ളത് 5, 6 ഒക്കെ പോവും. പിന്നെ APS ആണ് VR കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. APS-ഉം ഫാസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ വലിയ ബണ്ടിലുകളാണ്. ഈ ഷോപ്പുകളിലോട്ട് പോണ വലിയ ബണ്ടിലുകൾ 100 പീസിന് മുകളിലുള്ളതെല്ലാം ഞങ്ങൾ APS-ൽ മേടിക്കുന്നതാണ് ഏറ്റവും ലാഭം. ഒന്ന് ഫാസ്റ്റ് ഡെലിവറി ആണ്, പിന്നെ ഡെലിവറി ചാർജ് വളരെ താരതമ്യേന കുറവാണ്. അപ്പം ഡെലിവറിയിൽ പിന്നെ ഇത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുക. അതിൽ ചിലവർ തുടക്കത്തിൽ വരുമ്പോൾ ഇതിനകത്ത് മാർജിൻ എങ്ങനെയാണ് ഇടേണ്ടത്, എത്ര രൂപയ്ക്ക് കൊടുക്കണം, പിന്നെ ഓഫർ എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഓരോന്നിനും മാർജിൻ ഇടേണ്ടത്, എങ്ങനെയാണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ മാർജിൻ ഇടും, എല്ലാത്തിനും ഒരുപോലെയാണോ മാർജിൻ ഇടേണ്ടത്, എല്ലാത്തിനും വ്യത്യസ്തമായ മാർജിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെയും കാട്ടി നല്ല മിടുക്കരാവുന്നുണ്ട്. പിന്നെ ലിറ്റിൽ ബ്രദേഴ്സുമായിട്ട് നമ്മളിപ്പോ 3ാമത്തെ വീഡിയോ ആണല്ലേ, അതാ 4 മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ ചാനലിനും നല്ല ഒരു ആശംസ അറിയിക്കുന്നു. അതുപോലെ നമ്മളെ കാണുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ജീജാസ് ഇങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഓണം ആശംസിച്ചുകൊണ്ട്, ഓണത്തിന് മുമ്പ് നമ്മളിനി ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഇപ്പോഴേ ഞാനൊരു അഡ്വാൻസ്ഡ് ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നിങ്ങനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.